എടാ ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഏ പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. നീയേ നേരിട്ട് കാണും, കണ്ടിട്ട് സംസാരിക്കും. അത് കുഴപ്പമില്ല. 154 ആക്ടിവേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ TDS ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പൊ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം, എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ എന്നാ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട, താനിപ്പോൾ ഇറങ്ങുമല്ലേ? അല്ല, ഇത് തീർത്തിട്ട് നമുക്ക് അതൊന്നും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കും. ശരി ശരി അപ്പം. സോറി. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ ശരി, ബൈ. ഇതാരുടെ വണ്ടി? ഇത് അനീഷേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്ത? ഞാൻ എന്തോട്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എൻ്റെ വിഷ്ണു, നീ അധികം സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിൻ്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നേ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ അതേ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടറങ്ങാനായിട്ട്. ശില്പ, നിൻ്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ? എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എനിക്കൊന്നും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. നീ എന്തിൻ്റെ അപ്പച്ചൻ്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്? നീ കണ്ട ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്ന്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ? അല്ലേ? ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻ സെറ്റായി. നിനക്കിതെന്താണ് മനസ്സിലാവാത്തത്? വിഡ്ഢിയാണോ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണോ? വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ല രജീശ്വന്. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. എടാ, എന്തെങ്കിലും ഉടായിപ്പണെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും.
ആടെ എന്താ അവസ്ഥ? ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ആ നടന്ന എന്നോട് പറയണം, മനസ്സിലായ? ആ പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 123 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. ആ ശരി വെച്ചോ. അവിടെ പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ ശ്രുതിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിടുന്നിട്ടല്ലോ, നിന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ ഞാൻ കിട്ടുമ്പോ വിളിക്കാം. വിളിച്ചിട്ടില്ല പിന്നെ അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 123 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്.